RVNL ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് RVNL. അതായത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കുറേ ആൾക്കാർ കിട്ടിയൊരു സ്റ്റോക്കാണ്. പക്ഷേ അതുപോലെ തന്നെ അത് ഇനിയും മുകളിലോട്ട് പോകുമെന്ന് കരുതി ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ട്. അതായത് 650 വരെ ടച്ച് ചെയ്ത ഒരു സ്റ്റോക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതിൻ്റെ PE നിൽക്കുന്നത് ഇപ്പോഴും 55ആണ്. അതിൻ്റെ ഒരു ഫെയർ വാല്യൂ അതായത് ഒരു 250നും 300നും താഴെ 280 ആ റേറ്റാണ് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ടമാനം അതിൻ്റെ ആൾക്കാർ ഓപ്പറേറ്റേഴ്സും അതുമാതിരി തന്നെ ബ്രോക്കിംഗ് ഫേമുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് 270 280 റേഞ്ചിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു പീക്ക് പോയത് ജൂലൈ 2024 അതായത് അവിടെ നിന്ന് 2024 ജൂലൈയിൽ അത് 647 ടച്ച് ചെയ്തു. നോക്കിയാൽ കാണാം ജൂലൈ അതിന് ശേഷം ഈ 4-5 മാസത്തിനുള്ളിൽ അത് 50% താഴെ പോയി. അപ്പോഴാണ് ഈ എല്ലാ ആൾക്കാർക്കും ഒരു ലോസ് ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു ഫാക്ടർ അവിടെ നിന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 2020 5 ഇയർ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ നമുക്ക് 2020 13 രൂപയായിരുന്നേ സ്റ്റോക്ക്. അവിടെ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു അപ് ട്രെൻഡിലേക്ക് ആ സ്റ്റോക്ക് പോയത്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് മെയിനായിട്ട് LNT. അപ്പോൾ LNT പോലെയൊക്കെ എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു സ്റ്റോക്കാണ് RVNL. പിന്നെ നോർമലി IRB അങ്ങനത്തെ 2-3 ഷെയർസ് വേറെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്രോക്കിംഗ് ഫേമുകൾ അങ്ങനെ കുറേ ആൾക്കാർ ഈ സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് കണ്ടമാനം ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്ത് 280 270 റേഞ്ചിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം ആൾക്കാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിനെ. അപ്പോൾ നമ്മുടെ കുറേ ആൾക്കാർക്ക് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ആൾക്കാർക്ക് അലട്ടുന്ന ഒരു വേവലാതി. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഇത് ഒരു ബുൾ റൺ ആയിരുന്നെങ്കിൽ ഈ RVNL എന്ന സ്റ്റോക്ക് ചുരുങ്ങിയത് 1000-1200 എന്തായാലും എത്തിയേനെ. കാരണം ഡേ ടു ഡേ അവർക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് അവർക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു മെട്രോ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർഡേഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ വെറും 16,000 കോടി രൂപ ഓർഡറിൽ നിന്ന് 1 ലാഖിലേക്ക് അവരുടെ എത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെത്രത്തോളം അവരുടെ ഓപ്പറേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും അത്രയും സ്ട്രോങ് ആണ് ഈ സ്റ്റോക്ക്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ വ്യൂ മാത്രമേ പറയണേ, ഇത് വിത്തിൻ 2-3 ഇയറിൽ ഒരു 1500-1700 റേഞ്ചിൽ എന്തായാലും എത്തും. ഒരു മാറ്റവുമില്ലാതെ എത്താൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണിത്. പിന്നെ ഇതിൽ നോക്കിയാൽ കാണാം FIS ഇതിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിരുന്നു. അതായത് ആദ്യം ഇവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുമ്പ് 0.7 ആ റേഞ്ചിലായിരുന്നേ. അവിടെ നിന്ന് ലാസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും 5 ആക്കിയിരുന്നു, 5.05 ആക്കിയിരുന്നു സ്റ്റേക്ക്. അതും അവർ ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ 5.7 ആ റേഞ്ചിലേക്ക് ഇവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ കണ്ടമാനം ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നേ. 630നും വാങ്ങിയ ആൾക്കാരും 500 സെല്ല് ചെയ്ത് കളഞ്ഞ ആൾക്കാരും ഡൗണിൽ വീണ്ടും വാങ്ങിയ ആൾക്കാരൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡൗണിൽ മാക്സിമം നിങ്ങൾ സ്വയം പഠിച്ച് മാക്സിമം ആക്കി ഇടാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. ഇവർക്ക് കിട്ടിയ ഒരു 1 ലാഖ് ഓർഡേഴ്സിൽ അതിൽ ഓർഡർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, അവർക്ക് അതിനുള്ള പണം വരും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരുടെ എന്താ പറയുക, ഇവർ ഗ്രോ ചെയ്യും. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ നോക്കി കാണാം, NHI നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ഒരു 550 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവർ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഇവർ കണ്ടമാനം ഇവർ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, 50% ഓർഡർ ഇനി വരുന്നത് ഔട്ട്സൈഡ്, അതായത് ഗ്ലോബൽ ആയിട്ട് ഓർഡേഴ്സ് ഇവർ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും 14 രൂപയിൽ 2020 ഇവർ സ്റ്റാർട്ട് ചെയ്താണ്. ഇവരുടെ ഈ ഡൗൺ അത്രയും താഴെ നിന്നാണ് ഇതിങ്ങനെ ഒരു 2022 വരെ 14-40 ഇടയിൽ കളിച്ചിരുന്ന സ്റ്റോക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇവർ ഈ ജർമ്മനിയായിട്ട് ഒരു പുതിയ മെട്രോ ഓപ്പറേഷൻ എന്ന രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവർക്ക് മെട്രോ പ്രൊജക്ട്സ് കുറേ, അതായത് ബംഗ്ലാദേശ്, നേപ്പാൾ, ടർക്കി, അതുപോലെ ശ്രീലങ്ക, സൂറത്ത്, ഇവിടെയൊക്കെ അവർക്ക് പുതിയ മെട്രോ പ്രൊജക്ട്സ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതിനൊക്കെ ഓർഡേഴ്സ് ഇവർ കിട്ടി. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്പിലേക്ക് മൂവ് ചെയ്യും. കാരണം ഇവർ ഒരു റെയിൽവേ മാത്രമല്ല ഇവർ നോക്കണത്. കാരണം ഹൈവേ, സോളാർ, ട്രാൻസ്മിഷൻ അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ ഇവർ പുതിയതായിട്ട് ഇവർ ഓൾറെഡി ചെയ്തു വരുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ വന്ദേ ഭാരതും
ആയിട്ട് റഷ്യൻ കമ്പനിയായിട്ട് ഒരു ടൈപ്പ് നടത്തിയിട്ടുള്ള ന്യൂസ് വന്നിരുന്നു. അത് ഡിലേ ആയി കുറച്ച്. അപ്പം അതൊരു നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്തിരുന്നു. അതേ നേരത്തെ മാതിരി തന്നെ ഇതിൻ്റെ കുറേ ആൾക്കാർ ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്ത് ഈ സ്റ്റോക്കിനെ കുറെ കണ്ടമാനം വാർത്തകളും അതിൽ കണ്ടമാനം വീഡിയോസ് കിട്ട് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് ഇപ്പോൾ കിട്ടിയ 1,00,000 ഓർഡേഴ്സിൽ ആകെ കൂടി 4,500 ഓർഡേഴ്സാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവർക്ക് മാർജിൻ കുറച്ച് കൂടുതലാണ് ഇന്റർനാഷണൽ ഓർഡേഴ്സിൽ. കാരണം ഇവിടെ ചെയ്യുന്ന ഇതിനെല്ലാം അവർ കുറച്ച് മാർജിൻ കുറച്ചാണ് കൂടുതലും ചെയ്യണേ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൗൺ ആയിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ അതിനെ കുറിച്ച് കുറേ നമ്മൾ എന്താ പറയുക ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. കാരണം ഇതുപോലെ നല്ലൊരു സ്റ്റോക്ക് നല്ല ഡൗണിൽ നമുക്ക് കിട്ടുമ്പോൾ അത് ഡൗണിൽ മാക്സിമം നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ സ്വയം അതിൻ്റെ ന്യൂസും അതിൻ്റെ പോസിബിലിറ്റിയും കണ്ട്, കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വാങ്ങുക എന്നുള്ളത്, കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആളല്ല, ഞാൻ അതിൻ്റെ ന്യൂസ് പറഞ്ഞു മാത്രം. അപ്പോൾ ഇത് ഒരു 260-270 റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ നമ്മൾക്ക് 2-3 കൊല്ലം കയ്യിൽ വെച്ചാൽ എൻ്റെ ഒരു വ്യൂവിൽ ഈ സ്റ്റോക്കൊക്കെ ചുരുങ്ങിയത് ഒരു 1,500 to 1,700 റേഞ്ചിൽ എത്താൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിന് ലിങ്ക് താഴെയുണ്ട്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലോസും ലാഭവും ഉണ്ടാക്കിയ സ്റ്റോക്കുകളിൽ ഒരു സ്റ്റോക്കാണ് RVNL. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിപ്പ് യൂസ് ചെയ്യുക. കാരണം ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് 250-200 വന്നിരുന്നല്ലോ എന്ന് നമ്മൾ അത് കണ്ട് നമ്മൾ വിഷമിക്കാൻ പാടില്ല. ഇതൊരു 1000-1500 എത്തുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു ബുൾ റൺ ആണെങ്കിൽ ഇത് ഒരു 1000 എത്തിയേനെ ഷുവറായിട്ടും. സ്വയം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് നടത്തി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് വാർത്തകൾ ഷെയർ ചെയ്തു എന്ന് മാത്രം.